നമുക്ക് ഈ ക്ലാസ്സിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഒന്നാം മാസം ക്ലാസ് പറയാതെ അടുത്ത പരിപാടിക്കാണ് നമ്മൾ തൽക്കാലം ക്ലാസ് നടത്തുന്നതിന് വേണ്ടി മാഷെ സ്വാഗതം. രക്ഷിതാക്കളെ മെമ്പർ വരുന്ന വരെ കുറച്ച് നേരം സംസാരിക്കാം. 10 മിനിറ്റൊക്കെ പറയാമെന്നാണ് വിചാരിച്ചത്. മെമ്പർ വരുന്ന അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച നമ്മുടെ സ്കൂൾ തുറക്കണം. സ്കൂൾ തുറക്കുമ്പോൾ 2 തരം പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ 2 തരം പ്രശ്നങ്ങളുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒന്ന്, പുതിയ ബാഗ്, പുതിയ കുട, ചെരുപ്പ് തുടങ്ങിയ സാധനങ്ങൾ എനിക്ക് പുതിയ തന്നെ വേണം എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം കുട്ടികൾ. രണ്ടാമത്തെ വിഭാഗം എന്നാണ് ഈ കുട്ടികൾക്ക് ഇതെങ്ങനെ സംഘടിപ്പിച്ചു കൊടുക്കണം എന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന രക്ഷിതാക്കൾ. ഞാൻ സാധാരണക്കാരെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ഒരു വീട്ടിലും 2-3 കുട്ടികളൊക്കെ ഉള്ള രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ജൂൺ 1 എന്ന് പറഞ്ഞാൽ ആദ്യമാണ്, പ്രശ്നങ്ങളാണ്. 2013 നോർമൽ ശരിയാണ്. എടവണ്ണപ്പാറ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ക്ലാസ് റൂമിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടീൻ്റെ കവർ സൈഡിൽ കവറാണ് വെച്ച്, സോറി കവറല്ല ബാഗ്, ആ ബാഗ് താഴെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ക്ലാസ്സും. കുട്ടി ആ ബാഗ് വലിച്ച് ബാഗിൻ്റെ അടി പൊട്ടിയിട്ട് ആ ബുക്ക് മൊത്തം താഴെ വീണു. അവർ വലിച്ച് പൊന്തിച്ചതിൽ ആ കാര്യം ബാഗായി പോയി പൊന്തിയത്. ക്ലാസ്സിൽ അടി പൊട്ടിയ ബാഗാണുള്ളത്. ഞാൻ സ്റ്റാഫ് റൂമിൽ പോയിട്ട് കവർ ആ കവറിൽ മൊത്തം പെറുക്കി വെച്ചാണ് പ്രശ്നം അവിടെ തീർന്നു. 3-4 ദിവസം കഴിഞ്ഞു ആ കുട്ടി അതേ തന്നെ പുസ്തകം കൊണ്ടുവന്നു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കൊടുത്ത അതേ കവറിനാണ് കൊണ്ടുവരുന്നത്. പുതിയ ബാഗോ വാങ്ങിയിട്ടില്ല. അപ്പോഴാണ് ഞാൻ അന്വേഷിച്ചത് എന്താണ് പുതിയ ബാഗ്. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ വേറെ ഡിവിഷൻ്റെ കുട്ടിയാണ് പുതിയ ബാഗ് വാങ്ങാത്തത് എന്നുള്ളത്. ഞാൻ വിളിച്ചാണ് സ്റ്റാഫിന് 3 ദിവസമായിട്ടും ഒന്നുമില്ല സാറേ. 2-3 ദിവസം കഴിഞ്ഞിട്ട് ബാഗ് വാങ്ങാൻ സമയം കിട്ടാത്തൊരവസ്ഥ സ്കൂൾ വിദ്യാർത്ഥിക്ക് ഉണ്ടാവില്ല. കാരണം ഏത് മോഡൽ ബാഗ് വാങ്ങണമെന്നുള്ള കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവും. അപ്പം ഈ കുട്ടിയെ തൊട്ടടുക്കുന്ന കുട്ടികളെ ഞാൻ സ്റ്റാഫ് റൂമിനെ വിളിച്ചു, എന്താണ് ബാഗ് വാങ്ങാത്തത്? അപ്പോഴാണ് മനസ്സിലാവുന്നത് അച്ഛന് ഒരു തെങ്ങുമെന്ന് വീണിട്ട് വീട്ടിൽ കിടക്കും. തെങ്ങുമെന്ന് വീണിട്ട് വീട്ടിലെ കിടപ്പിലാണ്. നിത്യച്ചെലവിനുള്ള പൈസ പോലും ആ കുട്ടിക്കില്ല. എന്ന് പറഞ്ഞാൽ വൈകുന്നേരം മക്കളെ അച്ഛാ ബിസ്ക്കറ്റ് കൊണ്ടുപോകുന്നോ ചോദിക്കില്ല. നമ്മൾ മിഠായി കൊണ്ടുവന്നോ ലേസ് കൊണ്ടുവന്നോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കേണ്ട വീട്ടിലെ നിത്യച്ചെലവിനുള്ള പൈസ അമ്മ അവിടെ ഇവിടെയൊക്കെ ചുറ്റുവട്ടത്തെ വീട്ടിലൊക്കെ പാത്രമൊക്കെ കഴുകാൻ വീട്ടിൽ കിട്ടുന്ന പൈസകളാണ് ജീവിച്ചു പോകുന്നത്. ഇത് മനസ്സിലാക്കിയ കുട്ടിയാണ്. അവിടെയാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. മക്കളെ, നമ്മുടെ പാരൻസിനെ മനസ്സിലാക്കുന്ന കുട്ടിയാണ്. ആ അമ്മേൻ്റെ കഷ്ടപ്പാടും അച്ഛൻ്റെ കഷ്ടപ്പാടും മനസ്സിലാക്കിയ കുട്ടിയായതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്ത കവറിൽ പുസ്തകം കൊണ്ടുവരാൻ തയ്യാറാണ് എന്നുള്ളതാണ്. പുതിയ ബാഗിനോട് വീട്ടിൽ ബഹളം ഉണ്ടാക്കിയിട്ടില്ല. ആ കവർ പൊട്ടുകയാണെങ്കിൽ അടുത്ത കവർ മനസ്സിലാക്കുന്ന കുട്ടിയാണ് നമ്മുടെ ഏറ്റവും നല്ല ഏറ്റവും പ്രധാനപ്പെട്ട. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ കുട്ടിയെ MDMA SSLC ആ കുട്ടിക്ക് ഫുൾ A+ ഉണ്ട്. 10 വിഷയത്തിലും ഫുൾ A+ ഉണ്ട്. റിസൾട്ട് വന്നിട്ട് 2-3 ആഴ്ച ആയിട്ടുള്ളൂ. അതിന് 4ാമത്തെ ദിവസം ആ കുട്ടീൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഈ നാട്ടിലെ കുട്ടിയല്ല കേട്ടോ. ഉപയോഗിച്ചോണ്ടില്ല. ആകെ പ്രശ്നം പിന്നെ ആ പയ്യനെ കൗൺസിൽ ചെയ്യാൻ പോകുന്നു. കാരണം ഇത് ഡിപ്പാർട്ട്മെന്റ് തലത്തിലേക്ക് പോയി വലിയ പ്രശ്നങ്ങളാണ്.
അപ്പോൾ ഈ കുട്ടി A+ ലഭിച്ചതിൽ വിജയിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ആ കുട്ടിക്ക് 10 വിഷയത്തിലും A+ കിട്ടിയിട്ടുണ്ടെങ്കിലും ആ കുട്ടി ജീവിതത്തിൽ 100% പരാജയപ്പെട്ടിട്ടുണ്ടെന്നതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. ആളുകളെ പരസ്പരം മനസ്സിലാക്കി, ആളുകളോട് പരസ്പരം ഞാൻ ഓരോ സ്ഥലത്ത് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോയി. എന്തുകൊണ്ടാണ് ഇപ്പൊ മോട്ടിവേഷൻ ക്ലാസ്സിന് ഇത്രയും ഡിമാൻഡ് നടക്കുന്നത്? നമ്മളൊന്നും പഠിക്കുന്ന കാലത്ത് മോട്ടിവേഷൻ വാക്കനെ കേട്ടില്ല. എന്തുകൊണ്ടാണ് മോട്ടിവേഷൻ ക്ലാസ്സിന് ഇത്ര ഡിമാൻഡ് എന്ന് പറയുന്നത്? മനസ്സിലാക്കാൻ നമുക്ക് നേരെ കിട്ടില്ല. നമുക്ക് ആകെ ഈ മൊബൈൽ ഒരു കൊടുക്കുക, കഷ്ടപ്പെട്ടിട്ട് ദാരിദ്ര്യത്തിൽ അവനാണ് എന്റെ മോട്ടിവേഷൻ. എന്റെ അകത്തുള്ള കുട്ടി അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട്, അച്ഛനില്ലാഞ്ഞിട്ടും അവൻ സ്കൂളിൽ പോയി നന്നായി പഠിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ അതാണ് എന്റെ മോട്ടിവേഷൻ. തിരിച്ചറിയണമെങ്കിൽ ഈ സാധനം മാറ്റി വെച്ചിട്ട് ചുറ്റുവട്ടത്തേക്ക് നോക്കണം, അയൽപക്കത്തുള്ള കുട്ടികളെ കുറിച്ച് മനസ്സിലാക്കണം, കൂട്ടുകാരെ കുറിച്ച് തിരിച്ചറിയണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം. ഇതൊന്നും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് നമ്മൾ തിരിച്ചറിയുന്ന കുട്ടികളാവുക എന്നതാണ് രക്ഷിതാക്കളോട് പറയാനുള്ളത്. തന്നെയാണ് നമ്മുടെ കുട്ടിയെ തിരിച്ചറിയുന്ന. ഒരു പെൻസിൽ സ്കൂളിലേക്ക് കൊടുത്തു വിടുമ്പോൾ മോനെ ഈ പെൻസിൽ നീ പൊട്ടിക്കരുത്, കളയരുത്, കഷ്ടപ്പെട്ട് പണിക്ക് പോയിട്ടുണ്ടാക്കി വാങ്ങിക്കുന്ന പെൻസിലാണ്, പൊട്ടിക്കരുത്. പക്ഷെ ആർക്കെങ്കിലും എഴുതി ചോദിച്ചാൽ നീ കൊടുക്കണം കേട്ടോ എന്നാണ് പറയേണ്ടത്. ഒരു കുട്ടി രക്ഷിതാക്കൾ പറയരുത്. ഭക്ഷണം എന്തെങ്കിലും വാങ്ങി തിന്നാൻ നിൽക്കട്ടോ, അച്ഛൻ തരുന്ന അത് ഏതോ കുട്ടികളെ മക്കളെ രക്ഷിതാക്കൾ മക്കളെ വൃത്തിയിലാക്കിയിട്ട് മതി എന്ന് പഠിപ്പിക്കുന്നതിന് പകരം അവൻ എന്റെ കുട്ടിക്ക് ഞാനാണ് കൊടുക്കുന്നത്, എന്റെ കുട്ടിക്ക് ഞാൻ എത്രത്തോളം നല്ല ഭക്ഷണമാണോ കൊടുക്കുന്ന ഉത്തരവാദിത്തത്തിലായി ആ അമ്മയും ആ കുട്ടിക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് അവന്റെ ഭക്ഷണത്തിലെ ചെറിയൊരു ഒരു ചമ്മന്തിയോ ഒരു കോഴിമുട്ടയോ ഞാൻ എടുക്കുന്നത് എന്റെ കുട്ടി എടുക്കുന്നത് കൊണ്ട് പ്രശ്നം. നീ അവിടുന്ന് വാങ്ങിക്കോ, തിരിച്ചങ്ങോട്ട് കൊടുത്തോ, അവിടെ നോക്കാതെ നീ ഭക്ഷണം ചേർന്ന് കഴിച്ചോ എന്ന് തന്നെ രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കണം. ഒരേ ബെഞ്ചിലിരിക്കുന്ന ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കുട്ടികൾ നിങ്ങൾ ഒരേ കൂട്ടുകാരാണ് എന്ന ബോധ്യമാണ് കുട്ടി കൊടുക്കേണ്ടത്. സ്കൂളിൽ നമ്മൾ കൊടുക്കുന്ന ഒരുപാട് പരിമിതികൾ ഇത് വീട്ടിൽ നിന്നും കൊടുക്കണം. അല്ലാതെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഞാൻ തുറന്ന് സംസാരിക്കുകയാണ്. കാരണം എത്രത്തോളം ദിവസമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്നും അവരുടെ സ്വഭാവം മാത്രം നീ ശ്രദ്ധിച്ചാൽ മതി എന്നാണ് രക്ഷിതാക്കൾ വീട്ടിൽ നിന്നും കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ നിൽക്കുന്ന മുതിർന്നവരോട് സ്വഭാവ ശുദ്ധീകരണമാണ് വിദ്യാഭ്യാസം കൊണ്ട് ലേഖനിച്ചു. നമ്മുടെ നല്ല സ്വഭാവമുള്ള കുട്ടിയെ വളർത്താനുള്ള ലോകത്ത് വിജയിച്ച ഒരാൾക്കും ഫുൾ A+ വാങ്ങിയാലല്ല, ലോകത്തെ ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുള്ളത് വിജയിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നെ കോളേജിൽ നിന്നും പഠിപ്പിച്ച് മോശം കുട്ടിയായിട്ട് എന്നെ പുറത്താക്കിയിട്ടുണ്ട്. ആ പഠിക്കാത്ത മണ്ടനായ എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പക്ഷെ എന്റെ കൂട്ടുകാരൻ റാങ്കോട് കൂടിയാണ് എഞ്ചിനീയറിംഗ് പാസ്സായത്. അവനിപ്പോൾ ഒരു കമ്പനിയിലെ വലിയ തൊഴിലാളിയാണ്, ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങുന്നുണ്ട്. പക്ഷേ മുതലായി ഞാനാണ് ഈ വിളിച്ചു പറഞ്ഞത്. ഐൻസ്റ്റീനെ ക്ലാസ് റൂമിൽ പുറത്താക്കിയപ്പോൾ ഐൻസ്റ്റീൻ പഠിക്കാത്ത കുട്ടിയെ ക്ലാസ് റൂമിൽ പുറത്താക്കി. അമ്മക്ക് കത്തെഴുതി കൊടുത്തു, നിങ്ങളുടെ കുട്ടി പഠിത്തത്തിൽ ക്ലാസ്സിൽ നിന്നും കുട്ടിക്ക് പഠനം ലഭിക്കുന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾ വീട്ടിൽ നിന്നും കൊടുക്കുന്ന എന്ന രീതിയിൽ അവർ ക്ലാസ് റൂമിൽ നിന്ന് പഠിച്ചാൽ മനസ്സിലാവില്ല, അവർക്ക് കുട്ടികളുടെ കൂടെ എത്താൻ പറ്റില്ല. അതുകൊണ്ട് സ്കൂളിലേക്ക് പറഞ്ഞേക്കരുത് എന്ന് ക്ലാസ് ടീച്ചർ കത്തെഴുതി കൊടുത്തത് വർഷങ്ങൾക്ക് ശേഷം ഐൻസ്റ്റീൻ കാണണം. ഐൻസ്റ്റീൻ അപ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി മാറുന്നു. അപ്പൊ എനിക്ക് കൂടെ പറയാനുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ പ്രയാസമായിരിക്കും, വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ നിങ്ങളെങ്ങനെ ആയിരുന്നു എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയാണ്, 10ാം ക്ലാസ്സിൽ എൻ്റെ ഉപ്പ മരിച്ചു. അതുവരെ എനിക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഓടിച്ചെന്ന് പറയാനുള്ള എൻ്റെ ഉപ്പ 10ാം ക്ലാസ്സിൽ മരിച്ചു. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോൾ എൻ്റെ ഉപ്പ മരിച്ചിട്ടുണ്ട്. ഒരുപാട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സാമ്പത്തികമായിട്ടല്ല കേട്ടോ, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഒരുപാട് ഞാൻ ജീവിച്ചിട്ടുണ്ട്. B.Ed തിരുവനന്തപുരം കോളേജിൽ പോയപ്പോൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് പറ്റിയ ജോലിയല്ല അധ്യാപനം, നീ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം എല്ലാ കുട്ടികളും നിന്നെക്കാളും
വലിയ കുട്ടികളായിരിക്കും. പറഞ്ഞാൽ കേൾക്കണമെന്ന് നിർബന്ധമില്ല. പ്രയാസം അവർക്ക് പറ്റിയ ജോലി തന്നെ. ഈ B.Ed ഇപ്പം തന്നെ ഇവിടുന്ന് കളഞ്ഞിട്ട് കോഴിക്കോട് എവിടെയെങ്കിലും PSC കോച്ചിങ് സെന്ററിൽ പോയിട്ട് അവിടെ പോയി PSCക്ക് പഠിച്ചോ, LDC വേറെ എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ നിന്നോട് ഇഷ്ടം കൊണ്ട് പറയാനുള്ള എന്ന് പറഞ്ഞ് എൻ്റെ കുട്ടികളെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഹോസ്റ്റൽ റൂമിലെ വാതിലടച്ച് പൊട്ടിക്കാഞ്ഞിട്ടുണ്ട്. എന്തിനാ പഠിച്ചോ എന്തെങ്ങനെ ആക്കിയെന്ന് പറഞ്ഞിട്ട്. അതേ ഞാൻ അവിടുന്ന് കോളേജിൽ നിന്ന് നിർത്തി പോരാൻ നിൽക്കേ എൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ നീ എനിക്ക് വേണ്ടി ഇവിടെ കംപ്ലീറ്റ് ചെയ്യും. ഡോക്ടർ റോസമ്മ ഫിലിപ്പ് തന്നെ ഏഷ്യാനെറ്റിലൊക്കെ ഇപ്പം കുട്ടികളുടെ മാനസികാരോഗ്യത്തെ കുറിച്ച് ക്ലാസ് ഉണ്ടായിരുന്നു. അത്രയും ഫേമസ് ആണ് മേഡം. എനിക്ക് വേണ്ടി നീ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞ ടീച്ചർക്ക് വേണ്ടി കംപ്ലീറ്റ് ചെയ്തതാണ്. ആ ടീച്ചർക്ക് വേണ്ടിയിട്ടാണ്. B.Ed ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലറിയാം ഇന്ന ഒരു സ്കൂളും എടുക്കൂല. സ്കൂൾ ഇന്റർവ്യൂ വിളിക്കുമ്പോൾ തന്നെ ഒരു ഹൈറ്റും വെയിറ്റും 22 കുട്ടി പറഞ്ഞാൽ കേൾക്കോ എന്നേ നോക്കുള്ളൂ എന്ന ധാരണയോട് കൂടി ഞാൻ B.Ed കംപ്ലീറ്റ് ചെയ്തു. ആ B.Ed കഴിഞ്ഞ വർഷങ്ങൾ അവിടെ കുറച്ചൊരു വർഷമാകുമ്പോഴേക്കും പിന്നെ ഞങ്ങളുടെ സ്കൂൾ അധ്യാപകൻ മാത്രമല്ല അധ്യാപകരുടെ അധ്യാപകനായി എന്നുള്ള 5 വർഷം പ്രൈവറ്റ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ വർക്ക് ചെയ്തതിനു ശേഷമാണ് PSCക്ക് മാറിയതായത്. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വളരെ ചെറിയ കുട്ടികളോടല്ല ഞാൻ സംസാരിക്കുന്നത്. കുറച്ചുകൂടെ 5ാം ക്ലാസ് മുതൽ പേരോടുള്ള കൂടെ പറയാനുള്ളത് രക്ഷിതാക്കൾ പറയുന്നത് കുട്ടിയാവണം. രക്ഷിതാക്കൾ പറയുന്നത് അനുസരിക്കുന്ന കുട്ടിയാവണം. ലൈബ്രറി കുറിച്ച് ഇങ്ങനെ മൊബൈൽ ഫോൺ ഒന്ന് തോണ്ടിക്കളിക്കുമ്പോൾ അച്ഛൻ പണി കഴിഞ്ഞ് ചാപ്പടി പഞ്ചസാര മീനൊക്കെ വാങ്ങി കുഴങ്ങി വരുമ്പോൾ അച്ഛൻ ഇവിടെ കുഴങ്ങി അച്ഛൻ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് ഒന്ന് ബഹുമാനിക്കാൻ പറ്റുന്ന കുട്ടിയാവണം. ബഹുമാനിക്കുന്നില്ല, നിങ്ങൾക്ക് അത് തോന്നുന്നില്ല എങ്കിൽ നിങ്ങളെ കൗൺസിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രശ്നമുണ്ട് നമുക്കെല്ലാം. അച്ഛൻ കുഴായിലേക്ക് കയറി വരുമ്പോൾ പഠിച്ചോണ്ട് അച്ഛനത് വരും. ആ വലക്കാരുടെ ചിന്ത നിങ്ങളെ ഹൃദയത്തിലേക്ക് കയറുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമുണ്ട് മനസ്സിലാക്കുന്നത്. വീട്ടിൽ നിന്നും അച്ഛൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ അമ്മ കൈ വെച്ച് നീട്ടിയാൽ അമ്മന്റെ കൈകൊണ്ട് കുഴച്ച് നിങ്ങൾക്ക് തിന്നാൻ മടിയുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയണം. അച്ഛൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ചിട്ട ചോറ് അവിടെ ഇട്ടിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പുറത്തേക്ക് പോയി വരട്ടെന്ന് നമ്മൾ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയപ്പോൾ ആരോ കാണാൻ പോയപ്പോൾ ആ ചോറ് അവിടെ ബാക്കി വെക്കുന്നു. അമ്മ പറയും അച്ഛൻ കുഴച്ചിട്ട് ചോറ് കഴിക്കടാ, വേസ്റ്റ് ആക്കണ്ട എന്ന് പറയുമ്പോൾ അച്ഛൻ കുഴച്ചിട്ട് ചോറ് കഴിക്കാൻ എനിക്ക് മടി തോന്നുന്നുണ്ട് എങ്കിൽ എനിക്ക് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മൾക്ക് എവിടെയൊക്കെ വാണിജ്യ വരുന്നത് വിദ്യാഭ്യാസം എത്രയോ നേടുന്നുണ്ടെങ്കിലും നേടേണ്ട വിദ്യാഭ്യാസം നേടാതിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കൊക്കെയുള്ള പ്രയാസം. അനിയത്തി വീട്ടിലൊപ്പത്തിരിക്കണമെങ്കിൽ അനിയത്തിന്റെ കീഴിലുള്ള വാങ്ങാം. എന്നടുത്തൊരു കുട്ടി പറഞ്ഞു, സാറേ എങ്ങനെ ഇപ്പൊ നമ്മളെ അമ്മക്ക് കുഴച്ചിട്ട് ചോറ് തിന്ന അവിടെ കുഴച്ചിട്ട് കാണുന്നതിന് അപ്പാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഒക്കത്തെടുത്തിട്ടേ ഒരു കയ്യിൽ ഒരു പ്ലേറ്റിൽ ചോറുമായിട്ട് നമ്മുടെ മാമനെ കാണിച്ചാൽ മുറ്റത്തൂടെ നടന്നിട്ടുണ്ടാകും. എന്നിട്ട് കയ്യിൽ കുഴച്ച് അളമ്പിയാക്കിയിട്ട് ആ ഭക്ഷണം ഇറക്കിയത് കൊണ്ടാണ് ഇന്ന് ഇതേപോലെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നത് എന്ന ബോധമില്ലാത്തത് കൊണ്ടാണ് അർപ്പാണത്. നമ്മൾ കാലഘട്ടത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധം ഇന്നത്തെ കുട്ടികൾ റീൽസിലല്ല ജീവിക്കേണ്ടത്. റീൽസിലേ അല്ല ജീവിക്കേണ്ടത്. ജീവിക്കേണ്ടത് യഥാർത്ഥ ജീവിതത്തിലാണ്. അയൽവക്കത്തുള്ള കുട്ടി എത്ര ക്ലാസ്സിലാണ് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അയൽവക്കത്തെ കുട്ടി ഏത് അവരുടെ പേരെന്താണെന്ന് ചോദിച്ചാലും പറയാൻ പറ്റില്ല. ആ അവസ്ഥയിലേക്ക് നമ്മൾ എല്ലാവരും മാറിയിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ മാറിയിട്ടുണ്ട്. അയൽവക്കത്തുള്ള ആൾക്ക് എന്താണ് പണി ചോദിച്ചാൽ എനിക്കറിയാം, രാവിലെ ഫോണിൽ കാണാം, വലിയ പിടുത്തൊന്നുമില്ല. അവളെ കുറിച്ചിട്ട് വലിയ ധാരണ. നമ്മുടെ വീട്ടിൽ കുഴങ്ങാൻ ഓടി വരാനോടെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. മനസ്സിലാക്കും. നമ്മൾ ഇൻസ്റ്റയിൽ കാണുന്ന ഫ്രണ്ട്സിനെയും ഫേസ്ബുക്ക് വഴി ചാറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിനെയും അങ്ങേയറ്റത്തുള്ള ഫ്രണ്ട്സിനെയും സമയം കളയുമ്പോൾ കൂടെ നിൽക്കുന്ന കൂട്ടുകാരെ കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വലിയ പ്രയാസമാണ്. സ്കൂളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും ഓരോ കുട്ടികൾ വൃത്തികെട്ട സ്വഭാവത്തിന്റെ പേര് നമ്മുടെ കുട്ടികളെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു രക്ഷിതാവിനെ വിളിക്കുക. ഒരു കഴിഞ്ഞ മാർച്ചിലല്ല ഫെബ്രുവരി സമയത്ത്, ഫെബ്രുവരി തൊട്ട് മുന്നേ ചെറുപാടിൽ രക്ഷിതാവ് രാവിലെ നോക്കിയ മശിക്കുന്നത് കാണ്ടിയുണ്ട്. ആ രക്ഷിതാവ് എനിക്ക് അറിയില്ല, ഞാൻ ക്ലാസ് മനസ്സിലായില്ലല്ലോ. ഒരു 5:30 രാവിലെ പുലർച്ചെ സുബി കഴിഞ്ഞ സമയത്ത് കുട്ടികളൊന്ന് കാണ്ടിയിട്ട് മശികളെ എവിടെ വിളിച്ചു. ഞാൻ പറഞ്ഞ വാഴക്കാട് ഓഫീസിലേക്ക് ഒരു 6:30 കഴിഞ്ഞാൽ പോകും. അപ്പൊ നാളെ കാണാൻ വണ്ടി അപ്പം തന്നെ കാണണം. വാഴക്കാട് കയ്യിലാ പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇടമനം പാലക്കാട് നമ്മൾ പോവാം. എന്നാൽ ഞാൻ പാലത്തിന് വന്ന് നിൽക്കാറുണ്ട്. ആരാധന എനിക്കറിയില്ല, എനിക്കിവിടെ മനസ്സിലായില്ല. അവരോട് എനിക്കിവിടെ മനസ്സിലായി മാഷേ, എനിക്കൊന്ന് കാണ്ടിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ആ പാലത്തിന് കാത്തിക്കുക. ഞാൻ വല്ല സ്ഥലമാക്കി ഇങ്ങനെ പോകുമ്പോൾ കൈ നോക്കി മാഷെ കഴിച്ചു. അത് വണ്ടി സംസാരിച്ചു.
എന്താ പ്രശ്നം അറിയോ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി തലേന്ന് രാത്രി അയാള് പിന്നെ ഡൈനിങ് ഹാളിലൂടെ നടന്നു പോണ സമയത്ത് മക്കളങ്ങനെ മൊബൈൽ ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോണിൽ കളിച്ചോണ്ട് ഡൈനിങ് ഹാളിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് മോളെ സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ വേണ്ടാത്ത വൃത്തികെട്ട വീഡിയോ ശ്രദ്ധയിലുണ്ട്. ആ മകൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലാണെന്ന് മനസ്സിലാക്കിയില്ല. ഇത് കണ്ടപ്പോൾ അയാൾക്ക് എന്തോ പെട്ടെന്ന് ഒരു ടെൻഷൻ കയറി. പിടിച്ചാൽ തല്ലാനും പറ്റില്ല, എന്താ പറയേണ്ടതെന്നൊക്കെ അറിയില്ല. നേരെ ഭാര്യയുടെ അടുത്ത് കൂട്ടി പ്രശ്നം പറഞ്ഞു. ഭാര്യ ഭർത്താവ് തമ്മിൽ ഡിസ്കസ് ചെയ്തു എന്താ കാട്ടുക. തലേന്ന് രാത്രി അവർ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല. കാരണം കുട്ടി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ തിരിച്ചറിഞ്ഞു. നേരം വെളുക്കുമ്പോൾ അയാളെ വിളിക്കുക കാണണമെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നു കുറച്ചെങ്കിലും ബുദ്ധിയുള്ള രക്ഷിതാവായതുകൊണ്ടാണ് അവിടെ ആ കുട്ടിയുടെ പേരിൽ ഇടപെടാൻ. നമ്മളത്തോടാണെങ്കിൽ അവിടെ കുറിച്ച് രാത്രി കൊടുത്ത് എന്താണ് ഈ കണ്ടത്, അങ്ങനെ ഒന്ന് കിട്ടിയാൽ ഉറപ്പാണ് സ്ഥിരമായത് കാണാൻ തോന്നുന്നത്. ആ രക്ഷിതാവ് എന്തോ ഭാഗ്യം കൊണ്ട് കുട്ടികളൊന്നും ചിന്ത പറഞ്ഞിട്ടില്ല. എന്താ മാഷെ കാറ്റാ നമ്മോട് ചോദിച്ചു. ഞാൻ കുട്ടികളോട് സംസാരിച്ചോട്ടെ വേണമെങ്കിൽ. അപ്പം ഞാൻ ഇപ്പോൾ വാഴക്കാട് വന്ന ഞാൻ പോരാ. അയാൾ അപ്പം തന്നെ ചെറുപാടി പോയി ആ കുട്ടി അയാളുടെ ഭാര്യ ഉണ്ട് വണ്ടി. 3 നാൾ കൂടെ ഞാൻ വാഴക്കാട് ഓഫീസിലെത്തുന്നതിന് മുന്നേ അപ്പോഴേക്കും അവർ അടച്ചില്ല. ആ കുട്ടി USS പരീക്ഷ എഴുതുന്ന കുട്ടിയാണ്. എഴുതുന്ന കുട്ടിയാണ്. എങ്ങനെ തുടങ്ങേണ്ടത് ഒരു പിടുത്തം കിട്ടില്ല ആ കുട്ടിയോട്. ആദ്യം കുറച്ചൊക്കെ സംസാരിച്ച് രക്ഷിതാക്കളെ മാറ്റി നിർത്തി കുട്ടിയോട് ഞാൻ തുടരെ ചോദിക്കാൻ തുടങ്ങി ഓരോ കാര്യങ്ങളും. നമ്മുടെ USS പരീക്ഷ എത്തുന്നില്ലേ, നിന്റെ IQ ലെവൽ അറിയാൻ നിനക്ക് USS കിട്ടുമല്ലേ എന്നുള്ളത് ഏകദേശം ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നിന്റെ ക്യാരക്ടർ എന്തൊക്കെയാണ്, നിന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, നിനക്ക് ഏത് സബ്ജക്റ്റ് താല്പര്യം, ഇങ്ങനെ 1 by 1 ആയിട്ട് അങ്ങനെ ചോദിച്ചു. മൊബൈലിൽ നീ എന്തൊക്കെയാണ് കൂടുതലും കാണാറുള്ളത്, നീ കറക്റ്റ് പറഞ്ഞു തരണം കേട്ടോ, എന്നാലേ നിന്റെ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇനി എന്തൊക്കെ മാറ്റേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. സത്യമായിട്ടേ പറയാൻ തുടങ്ങി. പിന്നെ മൊബൈലിലേക്ക് മെല്ലെ എൻ്റെ ശ്രദ്ധ മാറ്റി മാറ്റി ചോദ്യങ്ങൾ അതിലേക്ക് മാത്രമാക്കി. ഇൻസ്റ്റ കാണാറുണ്ടോ, ഫേസ്ബുക്ക് കാണാറുണ്ടോ, ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഉണ്ടോ, ഏതൊക്കെ ഗെയിമാണ് കളിക്കൽ, യൂട്യൂബിൽ ഏതൊക്കെ ഓരോന്ന് 1 by 1 ആയിട്ട് ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ സ്കൂളിലെ മക്കളൊക്കെ സാധാരണ വേണ്ടാത്ത വീഡിയോസ് ഒക്കെ കാണാറുണ്ടല്ലോ. മോളെപ്പോഴും അകത്തെ വീഡിയോസ് കാണാറുണ്ടോ? എടുത്തേ കാണുന്നു എന്ന് രക്ഷിതാവ് ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആ ചോദ്യത്തിലേക്ക് മാറി പോയി. അല്ല, സ്കൂളിലെ കുട്ടികളൊക്കെ മിക്കവാറും കാണലുണ്ട്. എൻ്റെ സ്കൂളിലെ കുട്ടികളെ കാണലുണ്ട്. സാധാരണ നമ്മൾ പലപ്പോഴും ഇവരെ പിടിക്കാറുണ്ട് ഈ വിഷയത്തിൽ. സത്യമാണ്, നീ അത് കാണലുണ്ടേ പറയാം. മാറ്റിയാൽ എനിക്ക് USS കിട്ടും. അത്ര സ്വഭാവം ഉണ്ടെങ്കിൽ നീ പറ, നീ അങ്ങനെ കാണാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എപ്പോഴെങ്കിലും ഒക്കെ കാണാറുണ്ട് സാധാരണ. ഞാൻ തിരിച്ചു ചോദിച്ചു, മോശമല്ലേ ഈ പ്രായത്തിൽ ചിലപ്പോൾ താല്പര്യങ്ങളുണ്ടാവും, പക്ഷെ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചൊക്കെ നമ്മൾ പോവാതെ എനിക്കല്ലേ വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി തിരിച്ചു പറഞ്ഞ മറുപടിയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. അതിനെന്താ സാർ എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണലില്ലല്ലോ. 7ാം ക്ലാസ്സിൽ കുട്ടിയുടെ അവസ്ഥയെ പറഞ്ഞ ആൺകുട്ടിയുടെ കഥ കേട്ടോ. രക്ഷിതാക്കളോട് എനിക്ക് പറയാവുന്നത് രക്ഷിതാവായി മാറുക എന്നുള്ളത് മാത്രമാണ്. കുട്ടിയുടെ സങ്കടം മനസ്സിലാക്കി വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ നിന്റെ കൂട്ടുകാർ ആരൊക്കെയാണ്, ആരൊക്കെ കൂടാറുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഫ്രണ്ട്സ് ഡിസ്കസ് ചെയ്യാറ് എന്നുള്ളത് ഒരു സുഹൃത്ത് ചോദിക്കുന്ന പോലെ ചോദിക്കാൻ പറ്റുന്ന രക്ഷിതാവായി മാറാൻ നമുക്ക് എല്ലാവർക്കും പറ്റണം. എന്റെ മക്കളോട് പറയാനുള്ളത്, ഈ എന്റെ മുമ്പിലിരിക്കുന്ന കൊച്ചു കൂട്ടുകാരോട് പറയാനുള്ളത്, അച്ഛനും അമ്മയും പറയുന്നതിൽ അപ്പുറമുള്ള ഒരു ലോകം ഉറപ്പിക്കുക. എന്റെ മുമ്പിൽ എന്റെ അച്ഛനും അമ്മയും പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്ന കുട്ടിയെ ഞാൻ മാറും എന്ന് ഈ അക്കാഡമിക് ഇയർ മുതൽ ഈ പോകുമ്പോൾ ഉറപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ബാഗോ ചെരുപ്പോ ഒക്കെ കഴിഞ്ഞ വർഷത്തെ തന്നെ പോരെ മോളെ എന്ന് ചോദിക്കുകയാണെങ്കിൽ കേട് വന്നില്ലെങ്കിൽ എനിക്കത് മതി എന്ന് പറയാൻ പറ്റുന്ന കുട്ടികളാവാന്നുള്ളതാണ്. അതേപോലെ നമുക്ക് ബോക്സ് പിന്നെ ഓരോ സാധനങ്ങൾ സ്കൂളിൽ തരും. ഞാൻ എപ്പോഴും പറയുന്ന സ്കൂളിലെ എല്ലാ ഡിവിഷനിലും വൈകുന്നേരം 4 മണിക്ക് സ്കൂൾ വിട്ടാൽ എല്ലാ 28 ക്ലാസ് റൂം ഉണ്ട് സ്കൂളിൽ. ഈ 28 ക്ലാസ് റൂമിൽ കൂടി ഒരു കഥയായി വന്നാൽ ഒരു 3 ജോമെട്രി കുറെ സ്കെയില് കിട്ടും, പ്രൊട്രാക്ടർ കിട്ടും, കോമ്പസ് കിട്ടും, പേന കിട്ടും, റബ്ബർ കിട്ടും. അവിടെ പൊരിക്കാതെ മൊത്തം ഒരു 2-3 ജോമെട്രി ബോക്സ് ഉണ്ടാക്കാൻ മാത്രം ഇവിടെ ഉണ്ടാവും. പിറ്റേന്ന് വൈകുന്നേരം പോയാൽ അതാ രസം. എന്നാൽ എന്റെ പെൻസിൽ പോയി എന്റെ സ്കെയില് കാണാനില്ല എന്ന് ഒരു കുട്ടി പോലും പറയാൻ ഏറ്റവും രസം. അത് പോയാൽ പോയി വേറെ സ്കെയില് വാങ്ങാം.
മൂല്യത്തിനും ഒരു വിലയും കൽപ്പിക്കാത്ത സമൂഹമായി മാറുക. എന്നാലോ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കൾച്ചർ നേരത്തെ പറഞ്ഞ ഒരുപാട് ദുശീലങ്ങൾ ഞാൻ പറയാം. കുടുംബത്തിലുള്ള നമ്മുടെ അച്ഛൻ, അമ്മ, അനിയൻ തുടങ്ങിയവരുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു വരികയും വേണ്ടാത്ത ഒരുപാട് റിലേഷനിലേക്കും കൂട്ടുകെട്ടിലേക്കും സ്വഭാവത്തിലേക്കും നമ്മുടെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അക്കാദമിക് ഒരു മുദ്ര ഇതിനൊരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും നിങ്ങൾക്ക് എന്താണോ ജൂൺ 1 സ്കൂളിലേക്ക് ജൂൺ 3 സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങളെ രക്ഷിതാവ് വാങ്ങി തന്നിട്ടുണ്ട് അത് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ സ്കൂളിൽ പോകാൻ തയ്യാറാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.